അല്ലാതെ വഴിയെ പോണ ആരും കോൺഗ്രസ് ഓഫീസിന് തീ വയ്ക്കില്ല. ഈ ഗ്രാമത്തിലാണ് ഇത് കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ITIയിൽ KSUവിൻ്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി തുടങ്ങിയതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനമാണ്. എല്ലാ ദിവസവും ആ KSUവിൻ്റെ കുട്ടികളെ 17ഉം 18ഉം വയസ്സുള്ള കുട്ടികളെയാണ് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പുറത്തുനിന്ന് ആളുകൾ വന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഒരു തരത്തിലും സംഘടനാ പ്രവർത്തനവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഒന്നും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ധിക്കാരപരമായ നിലപാടാണ്. അതിനെ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഈ ഏകാധിപത്യം കയ്യിൽ വെച്ചാൽ മതി. അതിന് ജനാധിപത്യവാദികൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമ്മൾ അതിനെതിരായി അതിശക്തമായി പോരാടുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല. പിണറായിയിലെ ഈ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഞാൻ എല്ലാ അഭിവാദ്യം അർപ്പിക്കുകയാണ്. അത്രമാത്രം പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് അവർ കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അവരോടൊപ്പമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നിവിടെ എത്തിയത്. അവർ ഈ പ്രശ്നങ്ങൾക്കിടയിലും ജീവൻ പണയം വെച്ചും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എൻ്റെ സഹപ്രവർത്തകരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രാമത്തിലെത്തിയത്. മുഖ്യമന്ത്രിയുടെ ഗ്രാമത്തിൽ പോലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവസരം കൊടുക്കില്ല എന്ന് പറയുന്ന ഈ അധികാരത്തിൻ്റെ അഹങ്കാരവും ഈ ധിക്കാരവും ഇത് അവസാനിപ്പിച്ചാൽ മതിയാവും. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ഈ കണ്ണൂരിലെത്തുമ്പോഴേ കണ്ണൂരിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതിങ്ങനെ പരസ്യമായി ഇവിടുത്തെ പ്രാദേശികമായി പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു, MP-യുടെ കോലം കത്തിക്കുന്നതിലേക്കൊക്കെ എത്തുന്നു. അത് അവിടുത്തെ ഒരു ലോക്കൽ വിഷയമാണ്. അത് പാർട്ടി സംസാരിച്ച് KPCC തന്നെ അതിൻ്റെ ഇടപെട്ട് സംസാരിച്ച് തീർക്കും. അല്ല അതല്ല, അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും, രമ്യമായി പരിഹരിക്കും. തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു. എന്നോട് CMK രാഘവൻ MP എന്നോട് സംസാരിച്ചിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും.